മീഷോ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിച്ച് കളഞ്ഞു കേട്ടോ. ഈ ഞെട്ടാനുള്ള കാരണം എന്നാന്നല്ലേ, ഈ തൂങ്ങിക്കിടക്കുന്ന 2 പേരാട്ടോ ഞെട്ടാനുള്ള കാരണം. ഇത് വാൻഡ ഓർക്കിഡാണ്. ഞാനിത് മീഷോന്ന് വാങ്ങിയതാട്ടോ. ഇത് വാങ്ങാൻ 2 കാരണമുണ്ട്. ഒന്ന് എൻ്റെ ചേച്ചിയാണ്. ചേച്ചി മീഷോന്ന് ഒരു മരമുല്ല മേടിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ചെടിയാണ് കിട്ടിയത്. ആകെ 110 രൂപ കണ്ടെന്ന് ആയുള്ളൂ ചേച്ചിക്ക്. അപ്പോൾ ചേച്ചിയാണ് പറഞ്ഞത് എന്നോട് ഇങ്ങനെ മീഷോയിൽ നല്ല പ്ലാന്റ് കിട്ടും, നീ നോക്കി നോക്കുമെന്ന് പറഞ്ഞത്. രണ്ടാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നോക്കിയപ്പം നമ്മളിത് വാങ്ങുമ്പോൾ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട്, റീഫണ്ടും ഉണ്ട്. സാധാരണ പ്ലാനുകൾക്കൊന്നും അങ്ങനെ റിട്ടേൺ ഓപ്ഷൻ ഉണ്ടാവാറില്ല. ഞാനിത് നോക്കാറുണ്ട് കേട്ടോ ഇടയ്ക്ക്. അപ്പോൾ ഇങ്ങനെയൊന്നും റിട്ടേൺ കൊടുക്കാനുള്ള ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കൂടുതലും വാങ്ങാത്തത്. കാരണം നമ്മുടെ പൈസ പോകുമല്ലോ, വെറുതെ എന്തിനാ പൈസ കളയുന്നത് വെച്ചിട്ടാണ് ഞാനത് വാങ്ങാത്തത്. പക്ഷേ മീഷോയിൽ ഇത് കണ്ടുകൊണ്ട് മാത്രമാണ് ഞാനത് വാങ്ങിയത് കേട്ടോ. അങ്ങനെ പ്ലാന്റ് വന്നപ്പോൾ നല്ല അടിപൊളി പ്ലാന്റ് ആയിരുന്നു. ചെറുതായിട്ട് അതിൻ്റെ ലീഫിനൊക്കെ ഒരു മഞ്ഞ കളർ കയറിയിട്ടുണ്ടായിരുന്നു എന്നുള്ളൂ, അല്ലാണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അപ്പം തന്നെ അതിൻ്റെ ഇലകളെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് സാഫ് പരട്ടി കൊടുത്തു. അതിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ ഇവർ ഒടിച്ചെടുത്തിട്ട് അങ്ങാണ്ടാണ് വെച്ചുള്ളത്. അപ്പോൾ ആ ഭാഗത്ത് ഞാൻ സാഫ് 2നും പരട്ടി കൊടുത്തു. അപ്പം വേറെ കേടുകളൊന്നും അതിന് ബാധിച്ചിട്ടുമില്ല. പിന്നെ നമ്മളിത് എങ്ങനെയാണ് വാങ്ങുന്നത് വെച്ചാൽ ഇതിൻ്റെ ലിങ്ക് അയച്ചു തരാനോ അല്ലെങ്കിൽ ലിങ്ക് ഇതിൽ കാണിക്കാനോ ഒന്നും എനിക്കറിയത്തില്ല കേട്ടോ. നേരെ പോയി നിങ്ങൾ മീഷോയിൽ പോയിട്ട് ഓർക്കിഡ് സെർച്ച് ചെയ്താൽ മതി. അപ്പം അതിൻ്റെ അകത്ത് വാൻഡ ഓർക്കിഡ് കോംബോ പാക്ക് എന്ന് പറഞ്ഞിട്ട് കാണാം. അതിൽ മഞ്ഞ, ചുവപ്പ്, വയലറ്റ് പൂക്കളുള്ള ആ ഒരു പിക്ചറിലെ വാൻഡയാണ് ഞാൻ മേടിച്ചുള്ളത് കേട്ടോ. ഞാൻ ഈ പറഞ്ഞ മുറിവ് ഇതാണ്. ഇതിൽ ഞാൻ സാഫ് പരട്ടി കൊടുത്തു. പിന്നെ ഈ ഒരു പ്ലാന്റ് നല്ല സ്പീഡിൽ വളരുന്നുണ്ട്. ഇതിനിപ്പോൾ ഒരു 3 പേരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഒരു മാസം, എനിക്ക് തോന്നുന്നത് 1 മാസം ആയിട്ടില്ല. ഫെബ്രുവരി 1-ാം തീയതിയാണ് ഇത് വന്നത്. ഇപ്പോൾ 1 മാസം ആവുന്നേ ഉള്ളൂ. ഞാൻ കിട്ടിയ ഉടനെ ഈ സംഭവം സത്യം പറഞ്ഞാൽ എനിക്ക് വാൻഡ ഓർക്കിഡ് ഇല്ല, ഡെൻഡ്രോബിയാണ് ഉള്ളതല്ലാതും. അപ്പോൾ അതിനെക്കുറിച്ച് അറിയാം, ഇതിനെക്കുറിച്ച് എനിക്ക് അത്ര വലിയ പിടിയില്ല. അപ്പോൾ നോക്കിയപ്പോൾ ഇതിന് പോട്ടി മിക്സ് ഒന്നും വേണ്ട, വെറുതെ ഇങ്ങനെ എയറിൽ തൂങ്ങിക്കിടന്നിട്ട് വളർന്നോളെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ പിന്നെ ഒരു തടിയുടെ ഒരു പട്ടിക കഷ്ണം പോലത്തെ വെച്ചിട്ട് അതുമ്മ ഇത്തിരി ചകിരിയുടെ പൂഞ്ച വെച്ചിട്ട് കേബിൾ ടൈ വെച്ച് ഇങ്ങനെ കെട്ടിക്കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഇത് വെക്കുന്നതിന് മുന്നേ ഒരു കറ്റാർവാഴയുടെ ഇല കൊണ്ട് അതിൻ്റെ ജെല്ലുണ്ടല്ലോ അത് മൊത്തം ഇതിൻ്റെ 2ൻ്റെയും തണ്ടുമ്മലും നല്ലോണം ഉരച്ച് കൊടുത്തായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇത് വെച്ചത് കേട്ടോ. പിന്നെ വെച്ചിട്ട് അന്ന് വെള്ളം ഒഴിച്ചില്ല, പിറ്റേ ദിവസം തൊട്ട് വെള്ളം ഒഴിക്കാൻ തുടങ്ങിയത്. ഇതിന് നനവ് നല്ലോണം വേണം, ഒത്തിരി ഉണക്കം അത് അതിനത്ര വലിയ താല്പര്യമില്ല എന്നൊക്കെയാണ് യൂട്യൂബിൽ നോക്കിയപ്പോൾ കണ്ടത് കേട്ടോ. എനിക്കിതിനെക്കുറിച്ച് വലിയ അറിവില്ല, ഞാൻ എടുത്ത് പറയുന്നത്. എന്നിട്ട് പിന്നെ ഞാൻ തേങ്ങ വെള്ളം പുളിപ്പിച്ചിട്ട് അത് 3 ദിവസം വെച്ചിട്ട് അതിൻ്റെ ഇരട്ടിയായിട്ട് അത് സ്പ്രേ ചെയ്ത് കൊടുക്കും. പിന്നെ മുട്ട പുഴുങ്ങിയ വെള്ളം ഉണ്ടല്ലോ, മുട്ട പുഴുങ്ങിയ വെള്ളത്തിൽ മുട്ടത്തോടെ തന്നെ ഇട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്തിട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെയും സ്പ്രേ ചെയ്ത് കൊടുക്കും. അപ്പോൾ അതാണ് ഇവർക്ക് കൊടുക്കണ വളം. പിന്നെ ഇതിന് വെയിൽ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമില്ല. അപ്പോൾ അത് കാരണം ഷെയ്ഡൊക്കെ മതി എന്നാണ് പറഞ്ഞത്. നേരിട്ടുള്ള വെയിലൊന്നും അതിന് അത്ര താല്പര്യമില്ല എന്നാണ് യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ കണ്ടത്. അപ്പോൾ അതുപോലെ ഒരു ഷെയ്ഡൊക്കെ വെച്ചിട്ടാണ്, ഷെയ്ഡ് പോലത്തെ സ്ഥലത്താണ് ഞാൻ തൂക്കിയിട്ടുള്ളത്. എന്തായാലും സംഭവം നല്ല ഇതായിട്ട് വളർന്നു വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ പൂവ് വിരിഞ്ഞാൽ അറിയുള്ളൂ ഏത് കളറാണ്. പൂവിൻ്റെ കളറൊന്നും അവരതിൽ പറഞ്ഞിട്ടില്ല. ഇനി പൂവ് വിരിയുമ്പോൾ മാത്രമേ അറിയുള്ളൂ. പൂവ് വിരിയുമ്പോൾ ഞാൻ എന്തായാലും വീഡിയോ ഇടുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ വില വന്നിട്ടുള്ളത് 126 രൂപയാണ് ചെടിക്ക് മൊത്തത്തിൽ വന്നിട്ടുള്ളത് കേട്ടോ. ചെടിയുടെ അന്നത്തെ എത്ര വില എന്ന് എനിക്കറിയില്ല. ഇപ്പം ഈ ചെടിക്ക് 99 രൂപയുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്ന് വെച്ചാൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. എനിക്ക് അതിൻ്റെ ലിങ്ക് ഇതിൽ ഉൾപ്പെടുത്താൻ അറിയത്തില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് വാങ്ങി നോക്ക്. എന്തായാലും നല്ല അടിപൊളി പ്ലാന്റാണ്. ഇഷ്ടപ്പെട്ട എല്ലാവരും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ.